ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. നെയ്മർ ജൂനിയർക്ക് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്ന മേഖല അത് കളിക്കളത്തിന് പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. അതായത് ജീവിതം വളരെയധികം ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ് നെയ്മർ ജൂനിയർ. പലപ്പോഴും നൈറ്റ് പാർട്ടികളിലൊക്കെ അദ്ദേഹം പങ്കെടുക്കാറുണ്ട്. ഇതിൻ്റെ പേരിലും അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡിൻ്റെ പേരിലുമൊക്കെ വലിയ വിമർശനങ്ങൾ ലഭിക്കാറുണ്ട്. ഈ വിഷയത്തിൽ ബ്രസീലിയൻ താരമായ ആർദർ മെലോ ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. അതായത് കളിക്കളത്തിന് പുറത്തുള്ള കാര്യങ്ങളുടെ പേരിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്മർ ജൂനിയറെ വിമർശിക്കാം. പക്ഷെ നെയ്മറുടെ പ്രകടനത്തിന്റെ പേരിൽ ഒരിക്കലും നിങ്ങൾക്ക് നെയ്മർ ജൂനിയറെ വിമർശിക്കാൻ കഴിയില്ല എന്നാണ്, അതിനുള്ളൊരു വകുപ്പില്ല എന്നാണ് ആർദർ മെലോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പുതിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ആർദർ. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നിങ്ങൾക്ക് നെയ്മറെ കുറിച്ച് എന്ത് വേണമെങ്കിലും വിളിച്ചു പറയാം. കളിക്കളത്തിന് പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തെ വേണമെങ്കിൽ വിമർശിക്കാം. പക്ഷെ കളത്തിനകത്തുള്ള കാര്യങ്ങളുടെ പേരിൽ നെയ്മർ ജൂനിയറെ വിമർശിക്കാനുള്ള യാതൊരുവിധ വകുപ്പും നിങ്ങൾക്കില്ല. അദ്ദേഹം ഒരു അത്ഭുത പ്രതിഭാസമാണ്. അദ്ദേഹത്തിന്റെ കണക്കുകൾ നോക്കുക. ഫുട്ബോൾ മനസ്സിലാകുന്ന ഏതൊരാൾക്കും നെയ്മർ ജൂനിയറെ പ്രകടനത്തിന്റെ പേരിൽ വിമർശിക്കാനുള്ള ഒരു അർഹതയില്ല, അതിന് സാധിക്കില്ല. അത് ഡിബേറ്റിന് പോലും വകുപ്പില്ലാത്ത ഒരു കാര്യമാണ്. ഇതാണ് ബ്രസീലിയൻ താരമായ ആർദർ മെലോ പറഞ്ഞിട്ടുള്ളത്. അതായത് കളിക്കളത്തിലെ കാര്യത്തിന്റെ പേരിൽ നിങ്ങൾക്ക് ഒരിക്കലും നെയ്മർ ജൂനിയറെ വിമർശിക്കാൻ സാധിക്കില്ല എന്നാണ് ആർദർ മെലോ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഇന്ന് സാന്റോസ് ഒരു മത്സരം കളിച്ചിരുന്നു. റെഡ് ബുൾ ബ്രാഗാൻഡിനോ ആയിരുന്നു അവരുടെ എതിരാളികൾ. ഗോൾ രഹിത സമനിലയാണ് സാന്റോസിന് വഴങ്ങേണ്ടി വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ അടുത്ത മത്സരത്തിൽ ചപ്പക്കോയൻസെ എന്ന ടീമാണ് സാന്റോസിന്റെ എതിരാളികൾ. ബ്രസീലിയൻ ലീഗിലെ ആദ്യ മത്സരമാണ് അവർ കളിക്കുക. പക്ഷേ അടുത്ത മത്സരത്തിലും നെയ്മർ കളിക്കാൻ സാധ്യതയില്ല. അതിനുശേഷം ഫെബ്രുവരി 1-ാം തീയതി സാവോ പോളോക്കെതിരെ ഒരു മത്സരം സാന്റോസ് കളിക്കുന്നുണ്ട്. ആ മത്സരത്തിൽ നെയ്മർ ജൂനിയർ തിരിച്ചെത്തും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.